ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ചിയുടെ പാവാടച്ചാരന്റെ ജീവിതം കണ്ടവന് നല്ലത് പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. 12 കൊല്ലം പട്ടിയുടെ വാല് കുഴലിലിട്ടാലും അത് വളഞ്ഞേ ഇരിക്കുമെന്ന് പറഞ്ഞതുപോലെയാ നിന്റെ കാര്യം. നീ നന്നാവില്ലടാ, നീ ഒരിക്കലും നന്നാവില്ല. ആശനെ ജയിപ്പിച്ചതാടാ. എല്ലാവരും കൂടി എന്റെ അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടി എന്റെ അമ്മയെ ജയിപ്പിച്ചതാ. വാടാ, നീ വരാൻ വേണ്ടി നോക്കിയിരിക്കുവായിരുന്നു. 1-2 സ്ഥലത്ത് പോവാണ്ടായിരുന്നു വെച്ചാ, അതാ വൈകിയേ. എടാ, കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞായിരുന്നല്ലോ. പണം കിട്ടി. ഇനി ഹോസ്പിറ്റലിൽ പോണം. അതിനുള്ള കാര്യങ്ങളൊക്കെ നീ തന്നെ ചെയ്യണം. അത് ചെയ്യാലോ, ഞാൻ ഉണ്ടല്ലോ, പിന്നെന്താ. എടാ, കൂടെ ഉണ്ടെന്ന് പറഞ്ഞാ പോരാ, കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യണം. അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ നോക്കാൻ പറ്റില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യണം, അവിടെ ചെന്നാൽ ഏത് ഡോക്ടറെ കാണണമെന്ന് അറിയണം. അങ്ങനെ എല്ലാത്തിനും നിന്റെ ശ്രദ്ധ വേണം. രാഘവേട്ടൻ എന്തിനാ ഇതൊക്കെ ഇവനോട് പറയുന്നത്? നിങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ ഇവനുണ്ടായിരുന്നോ? അവനുണ്ടായിരുന്നോന്ന്? അത് പിന്നെ ഭാമേ, അവന്റെ ജോലി. എന്ത് ജോലിയാ? ബാക്കി ഒരു മക്കളും ജോലിക്ക് പോയിക്കൊണ്ട് അച്ഛന്റെ അമ്മയുടെയും കാര്യങ്ങൾ നോക്കുന്നില്ല. രാഘവേട്ട, അതൊന്നുമല്ല. അവനെ ആവശ്യമില്ല. ഇത് എന്റെ അച്ഛനും അമ്മയാണ്, അവർക്ക് വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് അവന് വേണം. അല്ലമ്മേ, അമ്മ പറയുന്ന കേട്ടതൊന്നും ഞാൻ എന്റെ അന്വേഷണത്തിന് നടക്കുമെന്ന്. ഹോസ്പിറ്റലിൽ അച്ഛനെ കൊണ്ടുപോയത് അമ്മ തന്നെയാ, സമ്മതിച്ചു. അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല, അതെന്റെ തെറ്റാണ്, ഞാൻ സമ്മതിക്കുന്നു. എന്ന് വെച്ചിട്ട് അച്ഛനോട് അമ്മയോട് സ്നേഹമില്ല നമ്മ പറയരുത്. ഞാൻ പറയൂടാ, ഒരു 100 വട്ടം പറയും. അതിന് കാരണമുണ്ടടാ. ഈ മത്സരത്തിൽ ഞാൻ പങ്കെടുത്ത എന്തിനാണെന്ന് നിനക്കറിയാവോ? നിന്റെ അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടി. ഞങ്ങൾ ഈ വീട്ടിലുള്ള എല്ലാവരും, അന്യ വീട്ടിലെ ആ കൊച്ചു വരെ ഞങ്ങൾക്ക് വേണ്ടി ഒപ്പം നിന്നപ്പോഴേ നീ ആർക്കൊപ്പമാണ് നിന്നത്? ശാരദയ്ക്കൊപ്പം. ഞങ്ങളെ സഹായിക്കാൻ ഒരു ബന്ധവുമില്ലാത്ത ഒരു പയ്യൻ വരേണ്ടി വന്നു. ഇതിന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ടടാ. നിനക്കേ ഞങ്ങളെ തന്തയും തള്ളയും വേണ്ട. നിന്റെ ചോറ് ഇവിടെയും കൂറ് അവിടെയോ. നീ ഇവിടെ താമസിക്കേണ്ടവനല്ല. ചെല്ല് ശാരദയുടെ വീട്ടിൽ പോയി പുറത്തോ. അച്ചി വീട്ടില്. അച്ചിയുടെ പാവാടച്ചാരന്റെ ജീവിതം കണ്ടവന് നല്ലത് പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. 12 കൊല്ലം പട്ടിയുടെ വാല് കുഴലിലിട്ടാലും അത് വളഞ്ഞേ ഇരിക്കുമെന്ന് പറഞ്ഞതുപോലെയാ നിന്റെ കാര്യം. നീ നന്നാവില്ലടാ, നീ ഒരിക്കലും നന്നാവില്ല. ഇങ്ങനെയുള്ള ഒരു മകൻ എന്തിനാ ഞങ്ങൾക്ക്? എന്തൊക്കെയാണ് അമ്മ പറയുന്നത്? ഞാൻ എന്റെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ അവർ ഈ വിളിച്ചു പറയുന്നത്. എനിക്ക് എന്റേതായിട്ടുള്ള ആവശ്യങ്ങളില്ല അച്ഛാ. ഞാനൊരു മനുഷ്യനാണ്. കുറ്റങ്ങൾ മാത്രം ഇങ്ങനെ എണ്ണി പറഞ്ഞോണ്ടിരിക്കുമ്പോഴേ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളും അവർ മനസ്സിലാക്കണം. അതമ്മ വല്ലതും പറയണ്ടോ? ഇല്ല. എടാ മോനെ, നിനക്കറിയാലോ എന്റെ അസുഖത്തെ കുറിച്ച്. ചില സമയത്ത് ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്ന അവസ്ഥയാ. എന്റെ മനസ്സും ശരീരവും ഞാൻ നിയന്ത്രിക്കുന്നിടത്തൊന്നും നിൽക്കുന്നില്ല. എന്റെ കൈപ്പിൾ ഒതുങ്ങുന്നുമില്ല. അതിന്റെ ഒരു വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഭാമയ്ക്കുണ്ട്. അതുകൊണ്ടാ അവളിങ്ങനെയൊക്കെ പറയുന്നതേ. എടാ, നിനക്കറിയാലോ നിന്നെ. അതിലുപരി എനിക്ക് എന്റെ മോനെ നന്നായിട്ടറിയാം.
നിന്റെ ഇടനെഞ്ചിൽ ശാല്യം ഉണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളില് നിന്റെ അച്ഛനും അമ്മയുണ്ടെന്നുള്ള സത്യം ആർക്കും അറിയില്ലെങ്കിലും എനിക്കറിയാം. കാരണം നിന്റെ ഉള്ള മറ്റാരേക്കാളും ഈ അച്ഛൻ കാണുന്നുണ്ടടാ. എനിക്ക് വേണ്ടി നീ തേങ്ങുന്ന ശബ്ദം ഒരു വേദനയായിട്ട് എന്റെ ഉള്ളിൽ ഒന്ന് തട്ടുന്നുമുണ്ട്. അച്ഛൻ അറിയാടാ നിന്നെ. അതുകൊണ്ട് നിന്റെ അമ്മ പറയുന്നൊന്നും എന്റെ മോൻ കാര്യമാക്കണ്ട. എടാ, എന്തുകൂടെ ഇത്? നീ കരയുന്നോ? ദേ, ആണുങ്ങൾ കരയരുത്, കരയാൻ പാടില്ല. ദേ, ഇതെന്റെ അച്ഛൻ എനിക്കൊന്ന് ഉപദേശമാ. പക്ഷേ പല സന്ദർഭത്തിലേ അതെനിക്കും കൈവിട്ടു പോയിട്ടുണ്ട്. പക്ഷേ അതുപോലെ നിനക്ക് സംഭവിക്കരുത്. എന്റെ മോൻ ആണായിട്ട് തന്നെ നിൽക്കണം, തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം. രാഘവന്റെ മോനാടാ നീ. അച്ഛനൊരു പക്ഷെ ജീവിതത്തിൽ പരാജയമായിക്കോട്ടെ, പക്ഷേ എന്റെ മോൻ അങ്ങനെ ആയിരിക്കരുത്. എടാ, മോന്റെ കണ്ണീര് കൊണ്ടുകൊണ്ട് അച്ഛന്റെ ജീവൻ പോയാലേ അതിൽ പരം അച്ഛന്റെ ആത്മാവിന് സങ്കടം വരാനുണ്ടോ? സന്തോഷത്തോടെ മകൻ നിൽക്കുന്ന കണ്ടുകൊണ്ട് പോകുമ്പോഴാ ഏതൊരച്ഛന്റെയും ജന്മം സഫലമാകുന്നത്. എന്നെ നീ അങ്ങനെ പറഞ്ഞു വിടാവൂ, കേട്ടോടാ മോനെ? അങ്ങനെ ആയിരിക്കണം ഒരു മകനായി അച്ഛനോട് കാണിക്കേണ്ട കടമേ. കണ്ണുടയ്ക്കടാ, തുടയ്ക്കടാ. നീ ഇങ്ങ വന്നേ, അച്ഛനെ കെട്ടിപ്പിടിച്ചേ. വാ. എനിക്ക് സന്തോഷ, എന്നും സന്തോഷ. കാരണം ദൈവം അറിഞ്ഞ് എനിക്ക് ഇതുപോലെ ഒരു അച്ഛനല്ലേ തന്നെ. പിന്നെ ഞാനെന്തിനു സങ്കടപ്പെടുന്ന? സങ്കടങ്ങളും പ്രശ്നങ്ങളും വരുമ്പോ ഞാൻ എന്നോട് തന്നെ പറഞ്ഞോളാം, ഞാൻ രാഘവൻ നായരുടെ മകനാണ്. എന്നെ അങ്ങനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന്. മതിയടാ, അച്ഛനത് മാത്രം മതിയടാ.